അങ്ങനെ നമ്മുടെ ഹോങ്ഷിമാണെങ്കിൽ ഇവൻ വാങ്ങിയ സാധനങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതിലൊരുപാട് വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഹോങ്ഷിമാണെങ്കിൽ ഇത്രയും ഡ്രസ്സ് വാങ്ങുമ്പോൾ എനിക്കൊരെണ്ണം വാങ്ങണമെന്ന് നിനക്ക് തോന്നിയോ? എന്ത് സെൽഫിഷ് എന്ന് പറയുന്ന ടൈമിൽ ഓ നിനക്ക് വാങ്ങാത്തത് കൊണ്ടാണോ നീ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നതെന്ന് വൂന്തൂക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല ഈ പൊട്ടത്തരം മിലിറ്ററിക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്നോ അതോ അതിന് ശേഷമാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് അമ്നീഷിയാണെന്ന് നിനക്ക് അറിയില്ല എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇവൻ ആ റൂമിനെ പറ്റിയൊക്കെ അങ്ങനെ നന്നായി വിവരിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ചിന്തിക്കുന്നത് മറ്റൊന്നായിരിക്കും. അതായത് ഇവൻ്റെ ഫേസ് കാണാൻ കുഴപ്പമില്ല, അത്യാവശ്യം ഗ്ലാമർ ഉണ്ട്, ആളുകൾ പെട്ടെന്ന് അങ്ങ് വിശ്വസിച്ചോളും. പിന്നെ ഇവൻ്റെ വായ തുറന്നിട്ടില്ലെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഇവൻ്റെ കൈയൊക്കെ ഭയങ്കര സ്ട്രോങ്ങാണ്. സോ ഇത് വെച്ചിട്ട് കയറൊക്കെ പിരിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ ഇവൻ്റെ തൊട അത് ഭയങ്കര ടൈറ്റുമാണ്, നല്ല സ്ട്രോങ്ങുമാണ്. അപ്പോൾ ഇവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളങ്ങ് ചിരിക്കുന്ന ടൈമിൽ ഇവളുടെ നോട്ടം കണ്ടിട്ട് വൂന്തൂക്കിന് അത് അത്ര പന്തികേടായിട്ട് തോന്നുന്നില്ല. നിന്റെ നോട്ടം എന്നെ അസ്വസ്ഥനാക്കുന്നു എന്ന് പറയുന്ന വൂന്തൂക്ക് തന്നെ വയറിൽ കൈ വെച്ച് എൻ്റെ വയറും ഭയങ്കര അസ്വസ്ഥതാണെന്ന് പറയുകയാണ്. ഹോങ്ഷിമാണെങ്കിലും എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കണം, അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ കിട്ടത്തില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ റൂമിൽ നിന്ന് മര്യാദയ്ക്ക് പുറത്ത് പൊക്കോ എന്ന് ഹോങ്ഷിമ പറയുന്ന ടൈമിൽ നിൻ്റെ റൂമോ, ഇവിടെ ഇത്രയും ഡെക്കറേഷൻ ചെയ്തത് ഞാനാണ്, അതുകൊണ്ട് ഇനി മുതൽ ഇത് എൻ്റെ റൂമാണെന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ ഹോങ്ഷിമാണെങ്കിൽ ശരി ഈ റൂമിൽ നീ തന്നെ കിടന്നു, അതുപോലെ വാങ്ങിയ കടമൊക്കെ നീ തന്നെ വീട്ടണം കേട്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുന്ന സമയത്ത് സ്വന്തം ഭർത്താവിനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടതെന്ന് വൂന്തൂക്ക് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ പിന്നെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം അച്ഛനാണെങ്കിലോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ, നിങ്ങൾ രണ്ടുപേരും ഒരു റൂമിലല്ലേ കിടക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കടമൊക്കെ വീട്ടിയിട്ടേ ഞാൻ അവനെ വെറുതെ വിടത്തുള്ളൂ, അവനെ കൊണ്ട് എങ്ങനെയാണ് കടം വീട്ടേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഹോങ്ഷിം അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ബാറിൽ പോയിട്ടുള്ള കിം ആണെങ്കിൽ നന്നായിട്ട് ഫിറ്റ് ആകുന്നുണ്ട്. നമ്മുടെ രാജകുമാരൻ പൂജയ്ക്ക് വേണ്ടി പോയതാണല്ലോ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, ആൾക്ക് എന്തോ ആപത്ത് വന്നിട്ടുണ്ടെന്നാ തോന്നുന്നതെന്നൊക്കെ പറയുന്നത് കേട്ട് ജെയ്യൂനാണെങ്കിൽ ആൾക്ക് എന്താ പറ്റിയ എന്തെങ്കിലും അറിയൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കിം ഫിറ്റായി അവിടെ വീഴുന്നുണ്ട്. ആ ടൈമിലാണ് അങ്ങോട്ടൊരു ലേഡി വരുന്നതും ജെയ്യൂനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരാ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഞാൻ ഒരുപാട് സുന്ദരിയായല്ലോ അതുകൊണ്ടായിരിക്കും മനസ്സിലാവാത്തെന്നൊക്കെ പറഞ്ഞ് മുടിയൊക്കെ അഴിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവൾ അവിടെയുള്ള ഭക്ഷണമൊക്കെ എടുത്ത് ഇവളുടെ ഫേസിൽ തേച്ചിട്ട് ഇപ്പോൾ ഓർമ്മയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവന് ശരിക്കും ചിരിയാണ് വരുന്നത്. ഇവനാണെങ്കിൽ എനിക്ക് ആളുകളുടെ ഫേസ് അങ്ങനെ ഓർക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഓർമ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴോ ഈ ജെയ്യൂന് ഈ ലേഡിയെ എന്തോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അന്ന് എനിക്ക് ഒരുപാട് ഉപകാരമൊക്കെ ചെയ്തു തന്നല്ലോ, അതിന് തിരിച്ചൊന്നും ചെയ്തു തരാൻ പറ്റിയില്ല, ഇപ്പം എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറയുന്ന ടൈമിൽ ജെയ്യൂനാണെങ്കിൽ എന്നൊരു കാര്യം ചെയ്യൂ, ഈ ബില്ല് മൊത്തം ഇവൻ്റെ തലയിലിടാൻ പറ്റൂ എന്നവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കിമ്മിനെയും താങ്ങി ഇവൻ പോകുന്ന ടൈമിൽ അവിടേക്ക് കുറച്ച് ഹയർ ഒഫീഷ്യൽസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരാളാണെങ്കിൽ ജെയ്യൂനെ കളിയാക്കുന്നുണ്ട്, നിന്നെ പോലെയുള്ള ലോ ക്ലാസ്സിനൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റൂ, നീ ആരാന്ന വിചാരം, എന്തായാലും വലിയ വലിയ ആൾക്കാരായിട്ടൊക്കെ കൂട്ടുകൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ പഠിച്ചല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര തരം താഴ്ത്തിയിട്ട് സംസാരിക്കുന്ന ടൈമിൽ ജെയ്യൂനാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവൻ നൈസായിട്ട് തിരിച്ച് രണ്ട് ഡയലോഗ് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ജെയ്യൂൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, അതായത് ഈ ഫിസിഷ്യൻ്റെ കേസ് മരിച്ചത് നമ്മുടെ രാജകുമാരൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഒരു അപകടം പറ്റിയെന്നൊക്കെ പറയുന്നത്. സോ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നാണ് ജെയ്യൂൻ അവിടെ ആലോചിക്കുന്നത്. ഇതേ ടൈമിൽ നമ്മുടെ ഹോങ്ഷിം ആണെങ്കിൽ വീടിൻ്റെ മുന്നിൽ സൊല്യൂഷൻ ഏജൻസി എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് സൊല്യൂഷൻ ഏജൻസി ആണെന്ന് നമ്മുടെ ഹോങ്ഷിമ പറയുന്ന ടൈമിൽ വൂന്തൂക്കാണെങ്കിൽ അതെനിക്ക് മനസ്സിലായി, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ കളിയാക്കിയിട്ട് നിനക്ക് വായിക്കാൻ അറിയുമെന്ന് ചോദിക്കുകയാണ്. ഇവൾക്ക് അറിയില്ലല്ലോ വൂന്തൂക്കിന് നന്നായിട്ട് വായിക്കാൻ അറിയാമെന്ന്. അപ്പോൾ അച്ഛനാണെങ്കിൽ എന്താ മോളെ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കാശ് വാങ്ങിയിട്ട് അതങ്ങ് പരിഹരിച്ചു കൊടുക്കും, അതാ സംഭവം എന്ന് പറയുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ ഇതൊക്കെ നടക്കൂ, ഇവിടെ ആളുകൾ ഭക്ഷണം കിട്ടാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ആ ടൈമിൽ പൈസ കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യാൻ വരുമോ എന്ന് ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ഈ കാര്യം അവിടെയുള്ള നാട്ടുകാരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, ചേച്ചിക്ക് മണ്ണിരനെയൊക്കെ അറപ്പായിരുന്നില്ലേ, എന്നിട്ട് അന്ന് വീട്ടിൽ ഒരുപാട് മണ്ണിര വന്ന ടൈമിൽ എന്നെയല്ലേ ഹെൽപ്പിന് വിളിച്ചത്, ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തന്നില്ലേ. അതുപോലെ ഗുദൂളിനെ നോക്കി പറയുന്നുണ്ട്, നീ അന്ന് വർക്കിലായിരുന്ന സമയത്ത് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ നീ എന്നോടല്ലേ ഹെൽപ്പ് ചോദിച്ചത്, ഇതുപോലത്തെ ആവശ്യങ്ങളൊക്കെ വന്നാൽ ഇനി മുതൽ ഞങ്ങളെ സമീപിച്ചാൽ മതിയെന്ന് ഇവള് പറയുന്നത് കേട്ട് ഇവളുടെ കൂട്ടുകാരി അവിടെ പറയുന്നുണ്ട്, എടി നീയല്ലേ പറഞ്ഞത് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് അങ്ങനെയാണെന്നൊക്കെ, എന്നിട്ട് ഇപ്പോൾ കാശ് ചോദിക്കുന്നത് എന്താന്ന് പറയുമ്പോൾ നമ്മുടെ ഹോങ്ഷിം ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം കടമുണ്ട്, സോ ഈ ലോകത്ത് ഒന്നും ഫ്രീ ആയിട്ട് ചെയ്ത് തരത്തില്ലേ എന്നാണ് ഇവള് പറയുന്നത്. അച്ഛനാണെങ്കിൽ എന്നാലും ഇതൊക്കെ നടക്കുമെന്ന് ചോദിക്കുന്ന ടൈമിൽ ഹോങ്ഷിം ആണെങ്കിൽ പിന്നെ ആളുകൾക്ക് ഡേർട്ടി ആയിട്ടുള്ള ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സമയത്തൊക്കെ നമ്മളെ അങ്ങ് സമീപിച്ചോളൂ എന്ന് ഇവള് പറയുന്നത് കേട്ട് എന്നിട്ട് നീ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പോവുകയാണെന്ന് അച്ഛൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹോങ്ഷിം ആണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഭർത്താവ് ഉള്ളപ്പോൾ ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വൂന്തൂക്കിന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ എനിക്കൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന്
എന്ന് പറയുമ്പോൾ പിന്നെ ലോൺ എടുത്തത് നീയല്ലേ, അപ്പോൾ നീ തന്നെ തിരിച്ചടയ്ക്കണം എന്ന് ഇവളോട് പറയുന്നുണ്ട്. കറക്റ്റ് ആ ടൈമിൽ തന്നെയാണ് ഒരു ലേഡി അവിടേക്ക് ഹെൽപ്പ് ചോദിച്ചു വരുന്നതും. കണ്ടോ ആളുകൾ വന്നു തുടങ്ങി എന്ന് പറഞ്ഞ് ഹോങ്ഷിം ആണെങ്കിൽ പൈസ വരെ ഡീലാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം റിസ്ക് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ വൂന്തൂക്കിനെ ഈ ലേഡിയുടെ കൂടെ പറഞ്ഞയക്കുന്നുണ്ട്. ഇവൻ മാക്സിമം സമ്മതിക്കുന്നൊന്നുമില്ല, പക്ഷെ അവസാനം ഇവിടെ പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ജെയ്യൂനാണെങ്കിൽ ആ ഫിസിഷ്യൻ ലേഡി മരിച്ചല്ലോ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആരോ ആയിരിക്കും, അതുകൊണ്ട് മാർക്കറ്റിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരെണ്ണം വേണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒരുപാട് എക്സ്പെൻസീവ് ആണെന്നൊക്കെ ഈ കടക്കാരൻ പറയുന്ന ടൈമിൽ എനിക്കിത് ഉണ്ടാക്കിയ ആളെ മീറ്റ് ചെയ്താലും മതി എന്ന് ഇവൻ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ കിംചിയുടെ പേഴ്സണൽ സ്റ്റാഫ്, അതായത് ഹോങ്ഷിമിന്റെ ബ്രദർ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കടക്കാരനാണെങ്കിൽ ഇതുണ്ടാക്കിയ ആളുടെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെയ്യൂനാണെങ്കിൽ അവിടെ എത്തുന്ന ടൈമിൽ ഹോങ്ഷിം കറക്റ്റായിട്ട് അയാളിനെ വായ പൊത്തി അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല, ഞാനിത് ആർക്കു വേണ്ടിയാ ചെയ്തു കൊടുത്തെന്നൊന്നും പറയത്തില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ പക്ഷെ എന്നാലും നിങ്ങളെപ്പോഴും ഒരു തെളിവായിട്ട് അവശേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാളെ ആ മലയുടെ അവിടെ നിന്ന് വീഴ്ത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാളുടെ കാര്യം കട്ട പുകയാവുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോങ്ഷിം ആണെങ്കിൽ ആ ചെറി ബ്ലോസ് ഒക്കെ നോക്കിയിട്ട് എന്നാലും ഇവന് ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്രയും പൈസ ചെലവഴിച്ചെന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് കൂളായിട്ട് വൂന്തൂക്ക് എത്തുന്നതും. ഇവളാണെങ്കിൽ ഇത്ര പെട്ടെന്ന് പണി കഴിഞ്ഞോ, അല്ല എന്തായിരുന്നു പണിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കതെൻ്റെ വായ കൊണ്ട് തന്നെ പറയാൻ പറ്റില്ല എന്നാണ് വൂന്തൂക്ക് അവിടെ പറയുന്നത്. അതായത് ഈ ലേഡിയുടെ ഒരു മോതിരം ചാണകത്തിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരിക്കും, അപ്പോൾ ഇവർക്ക് കയ്യിലൊക്കെ അലർജി ഉള്ളതുകൊണ്ട് അത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ കൊണ്ടുപോയിട്ടുള്ളത്. ഇവനാണെങ്കിൽ അതൊരു മോതിരല്ലേ, പിന്നെ എന്തിനാ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെൻ്റെ കല്യാണ മോതിരാണെന്നൊക്കെ ലേഡി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അറപ്പാണെന്ന് പറഞ്ഞിട്ട് വൂന്തൂക്ക് എന്താ ചെയ്യുന്നത്, ഈ ലേഡിയുടെ കൈ എടുത്ത ഒരൊറ്റ മുക്കിൽ മുക്കാണ് അതിൽ. ഇനി കുഴപ്പമില്ലല്ലോ, നിങ്ങൾ തന്നെ അങ്ങ് സെർച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വൂന്തൂക്ക് അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവളാണെങ്കിൽ ഇതൊക്കെ കേട്ടങ്ങ് ദേഷ്യപ്പെടുന്ന ടൈമിൽ ഇവനാണെങ്കിൽ എനിക്ക് തീരെ വയ്യ, ആ ബേസൂക്ക് എടുക്കൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ബേസൂക്കോ അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ശരിയാണല്ലോ, എന്തേ ബേസൂക്ക്, പക്ഷെ ഞാനിത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അതായത് ആ രാജകുമാരനായ ടൈമിൽ എന്തെങ്കിലും കുടിക്കുന്ന പാനീയായിരിക്കും. ഇവൻ ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ക്ലാരിറ്റി ആയിട്ട് ഇതൊക്കെ എവിടെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നൊന്നും ഓർമ്മ വരുന്നില്ല. ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ ഇവന് ശരിക്കും ഭ്രാന്ത എന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് വേറൊരാളെ ഹെൽപ്പ് ചോദിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ റിസ്ക് ഉള്ള പണിയാണോ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ നിന്ന് തന്നാൽ മതി എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഹോങ്ഷിം ആണെങ്കിൽ മര്യാദയ്ക്ക് പൊക്കോ എന്ന് വൂന്തൂക്കിനോട് പറയുന്നുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ ഇവനാണെങ്കിൽ ഒരു വയലിൽ കുറേ വെള്ളമൊക്കെ ഉണ്ടായിരിക്കും, അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വൂന്തൂക്ക് ചോദിക്കുന്നുണ്ട് ഇയാളോട് ഇങ്ങനെ വെറുതെ നിന്നാൽ മതിയോ, എന്താ സംഭവം എന്ന്. അപ്പോൾ ഇയാളാണെങ്കിൽ അത് പിന്നെ നിന്റെ കാലിൽ നിന്നേ ഈ ഒച്ചുകളുണ്ടല്ലോ അവർ ഈ ചോരയൊക്കെ ഊറ്റി കുടിച്ച് അങ്ങ് തടിച്ചോളും, എനിക്ക് അവരെ വിൽക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ ഒച്ചുകളോ അതെന്താ സംഭവം എന്ന് ചോദിക്കുന്നത് കേട്ട് നമ്മുടെ വൂന്തൂക്കിനോട് ഇയാൾ പറയുന്നുണ്ട് ദേ നിന്റെ കാലിൽ കാണുന്നില്ലേ അത് തന്നെ സാധനം എന്ന് പറയുകയാണ്. ഇവൻ കാലിലേക്ക് നോക്കുമ്പോൾ നിറച്ച് ഒച്ചുകളായിരിക്കും. ഇവനാണെങ്കിൽ ഇത് കണ്ടിട്ട് അവിടെ നിന്ന് പേടിച്ചോടുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ കിംചിയുടെ സ്റ്റാഫ് വന്നിട്ട് കിംചിയോട് പറയുന്നുണ്ട്, അതായത് രാജകുമാരനെ കാണാൻ്റെ ആ മൗണ്ട് ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഞാൻ ഒന്നുകൂടിയും സെർച്ച് ചെയ്യാം, ആ ഫിസിഷ്യനെ കൊന്ന ആ അമ്പും പിടിച്ച ഒരാൾ ഡൗട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാജകുമാരൻ മരിച്ച സമയത്തും ആ അമ്പ് അതേപോലത്തെ അമ്പ് കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കും. സോ അതിനു മുന്നേ തന്നെ നമുക്കൊരു സെർച്ചിങ് നടത്തിക്കൂടെ എന്നാണ് ഹോങ്ഷിമിൻ്റെ ബ്രദറോട് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന കിംചിയാണെങ്കിൽ എന്തായാലും അത് വേണ്ട, ഇപ്രാവശ്യം ഞാൻ നേരിട്ട് പോകാം, എനിക്ക് അവൻ്റെ ഡെഡ് ബോഡി എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്നാണ് അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിർവികാരനായിട്ടാണ് കേട്ടോ തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല എന്താ സംഭവം എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവളാണെങ്കിലോ എന്നിട്ട് പൈസ വാങ്ങാതെയാണോ തിരിച്ചു വന്നതിന് ദേഷ്യത്തിൽ ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ അതെ ഈ പൈസ അടയ്ക്കാൻ നമുക്ക് വേറെ വല്ല മാർഗം നോക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഹോങ്ഷിം ആണെങ്കിൽ അതിന് ഒരു പണി പോലും നീ മര്യാദയ്ക്ക് ചെയ്യത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ അവിടെ പറയുന്നുണ്ട് ഈ 30 യാങ് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള വല്ല മാർഗമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടായിരിക്കും, എനിക്ക് പറ്റാവുന്ന എന്തെങ്കിലും ഒരു പണി ഉണ്ടായിരിക്കും, ഞാൻ അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ആ ടൈമിലാണ് നമ്മുടെ ഗുമസ്തൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗുമസ്തൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വൂന്തൂക്ക് അവിടെ പറയുന്നുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ടെന്ന് പറഞ്ഞ് ഓടി ഒളിക്കുകയാണ് കേട്ടോ. ഇതെന്താ പുതിയ പുലിവാലെന്ന് മനസ്സിലാകാതെയാണ് ഹോങ്ഷിം അവിടെ നിൽക്കുന്നത്. ഇവളാണെങ്കിൽ ഗുമസ്തനോട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വെഡ്ഡിങ്ങിന് തന്ന ഷൂസ് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല, അല്ല നിന്റെ ഭർത്താവിന് ശരിക്കും ഭ്രാന്തുണ്ടോ, അത് തിരിച്ചു തരണ്ടേ, അല്ലെങ്കിൽ അതിൻ്റെ പൈസ തരണം എന്ന് പറയുമ്പോൾ ഇനി കൂടുതലും കടം വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഹോങ്ഷിം ആണെങ്കിൽ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മുടെ വൂന്തൂക്കിനെ പോയി കൈയോട് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ മതിൽ ചാടുന്ന ടൈമിൽ ഇവനെ പിടിച്ച് വലിച്ച് മര്യാദയ്ക്ക് ഷൂ തിരിച്ചതായെന്ന് പറഞ്ഞ് അതെടുത്ത് ഗുമസ്തന് കൊടുക്കുന്നുണ്ട്. കൊട്ടാരത്തിലാണെങ്കിലോ കിംച രാജാവിനോട് പറയുന്നുണ്ട് ഇനി ഞാൻ നേരിട്ട് പോയിട്ട് രാജകുമാരനെ അന്വേഷിക്കാം എന്ന്. രാജാവിനാണെങ്കിലോ ഇത് കേൾക്കുമ്പോൾ അങ്ങ് ആശ്വാസമാവാണ്, കാരണം ഇയാൾക്ക് അത്രയും വിശ്വാസമാണ് കിംചേനെ. അപ്പോൾ കിംചയോട് പറയുന്നുണ്ട് മകൻ കാണാതാവുന്നതിന് മുന്നേ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് വല്ലതും അറിയുമെന്ന് ചോദിക്കുമ്പോൾ കിംചയാണെങ്കിൽ മകൻ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അങ്ങേക്ക് നേരിട്ട് ചോദിക്കാലോ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. മകൻ മരിക്കാനാണ് കിംച ആഗ്രഹിക്കുന്നത്, എന്നാലും എൻ്റെ മകനെ ആരായിരിക്കും കൊല്ലാൻ നോക്കിയതെന്ന് രാജാവ് ചോദിക്കുന്ന ടൈമിൽ കിംച
കിംചയാണെങ്കിൽ അതിനുള്ള ഉത്തരം ആ മലയുടെ മുകളിലാണുള്ളത്. എന്തായാലും ഞാൻ അവനെയും കൂട്ടി തിരിച്ചു വരുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ കിംച അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ കിംചയും ഒരുപാട് ആളുകളും കൂടിയിട്ട് ആ മലയിലേക്ക് പുറപ്പെടുന്നതും ഇതേ ടൈമിൽ വൂന്തൂക്കാണെങ്കിൽ ഗുദൂളിനോടും ഇവളുടെ ഫ്രണ്ടിനോടൊക്കെ പറയുന്നുണ്ട്, ഞാനിനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല, എൻ്റെ ഭാര്യ ഒരു പിശാച്ചാണെന്നൊക്കെ പറയുന്ന ടൈമിൽ ഹോങ്ഷിമിൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ അല്ല പിന്നെ പൈസയൊക്കെ കടമെടുത്ത നിന്നോട് പിന്നെ അവൾ എങ്ങനെ പെരുമാറണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ തന്നെ അവിടുത്തെ നോബിൾ മാൻ ഉണ്ടല്ലോ, അതായത് മിസ്റ്റർ പാർക്കും അതുപോലെയുള്ള എല്ലാ നോബിൾ മാനും മജിസ്ട്രേറ്റ് ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ കൂടിയിട്ട് ആകെ ടെൻഷൻ അടിച്ചു പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ വില്ലേജിലേക്ക് ഈ വൈസ് പ്രീമിയർ എന്തിനിപ്പോൾ വരുന്നത്, പേടിയായിട്ട് വയ്യ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഈ മിസ്റ്റർ പാർക്കാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല, നമ്മൾ ആളെ എന്തായാലും ഇൻവൈറ്റ് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ തിടുക്കത്തിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ഗുദൂളും വൈഫൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തല കുനിച്ച് ഇവരെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ വുദൂക്കുണ്ടോ തല കുനിക്കുന്നു, ഇവനാണെങ്കിൽ ഇങ്ങനെ നേരെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പാർക്കിൻ്റെ കൂടെയുള്ള ആളുകളാണെങ്കിൽ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടോ അങ്ങനെ നിൽക്കാനെന്ന് ചോദിക്കുമ്പോൾ പാർക്കാണെങ്കിൽ അവനെ നോക്കണ്ടെന്ന് പറയുകയാണ്. കാരണം ആൾക്ക് മനസ്സിലായി ഇത് പോക്ക് കേസാണെന്ന്. ഇവനാണെങ്കിൽ ഗുദൂളും വൈഫൊക്കെ ഇങ്ങനെ തല കുനിഞ്ഞ് നിൽക്കുകയാണല്ലോ. ഇത് കാണുമ്പോൾ മുന്നേ ഇവൻ്റെ നേരെയും ആരൊക്കെയോ ഇങ്ങനെ തല കുനിച്ച് നിന്നതൊക്കെ ആയിട്ട് ഇവന് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുദൂളാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, എടാ ഈ നോബിൾ മാനി വുമണൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ തല കുനിക്കണം, അല്ലെങ്കിൽ നമുക്ക് ശിക്ഷ കിട്ടും, നിനക്ക് എന്തത് ചെയ്തൂടെ എന്ന്. വൂന്തൂക്കാണെങ്കിലോ എനിക്കങ്ങനെ തല കുനിക്കാനൊന്നും പറ്റത്തില്ല, കാരണം ഞാൻ ഇതിനു മുന്നേ ആരുടെയും മുന്നിൽ തല കുനിച്ചിട്ടില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കിംചയും ആ ഭടന്മാരൊക്കെ കൂടിയിട്ട് അവിടെ എത്തുന്ന ടൈമിൽ ഈ നോബിൾ മാനൊക്കെ ഇവർ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ വരാൻ കാരണം, മജിസ്ട്രേറ്റ് ഓഫീസിൽ ഫുഡും പാനീയങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് പറയുന്ന ടൈമിൽ കിംചയാണെങ്കിൽ ഞങ്ങൾ അതൊക്കെ കഴിക്കാൻ ഇങ്ങോട്ട് വന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾ ഇവിടുത്തെ ആ മലയിലേക്ക് വന്നതാണെന്ന് പറയുന്ന ടൈമിൽ അവിടെ എന്താ പ്രത്യേകിച്ചെന്ന് ഇവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിംചയാണെങ്കിൽ ആ രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ഭടന്മാർക്ക് അവിടെ കുറച്ച് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് ആവശ്യമുള്ള വെള്ളവും ഫുഡൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടെ എത്തിക്കേണ്ടി വരുമെന്ന് ഇവരോട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ഹോങ്ഷിമിൻ്റെ അടുത്ത് എത്തുന്ന വൂന്തൂക്കാണെങ്കിൽ ഞാൻ വൂന്തൂക്കല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ തോന്നാനെന്ന് ഹോങ്ഷിങ് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധം വന്ന ടൈമിൽ നിന്റെ അച്ഛൻ ഞാൻ വൂന്തൂക്കാണെങ്കിൽ എന്നെ വൂന്തൂക്കെ എന്നല്ലേ വിളിക്കേണ്ടത്, പക്ഷെ ആൾ എന്നോട് ചോദിച്ചത് നിന്റെ പേരെന്താ, നിന്റെ വീട് എവിടെയാണെന്ന്. അത് തന്നെ എനിക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോൾ തിരിഞ്ഞ് നടക്കാം, നീ എൻ്റെ പേര് വിളിക്കുന്നു പറയുമ്പോൾ ഇവള് വൂന്തൂക്കെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നീട് ഇവൻ പറയുന്നുണ്ട്, കണ്ടോ നീ വൂന്തൂക്കെ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല, എന്താ കാരണം, എനിക്ക് ഈ പേര് ഫെമിലിയറേ അല്ല എന്നാണ് ഇവൻ പറയുന്നത്. അതുപോലെ വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് തല കുനിക്കാൻ തോന്നുന്നില്ല, കാരണം ഞാൻ ഇതിന് മുന്നേ അങ്ങനെ തല കുനിച്ചിട്ടില്ല, ഞാൻ ഏതോ നോബിൾ ഫാമിലിയിൽ ജനിച്ച ആളാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അയ്യോ എന്താ കാലിൻ്റെ അടിയിൽ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ തല കുനിച്ചത് നോക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹോങ്ഷിം ആണെങ്കിൽ എന്നിട്ട് നന്നായി തല കുനിക്കുന്നുണ്ടല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇവനാണെങ്കിലോ പെട്ടെന്ന് തന്നെ ഇവളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവളായിട്ട് നന്നായിട്ട് ക്ലോസ് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവളാണെങ്കിൽ ടെൻഷൻ അടിച്ച് നോക്കുമ്പോൾ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, പ്രണയിച്ചിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് ഇപ്പം നിനക്ക് നിന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് കേട്ട് കണ്ടോ നമ്മുടെ ഹൃദയത്തിൽ ഒന്നും തോന്നുന്നില്ല, എന്താ കാരണം, നമ്മൾ തമ്മിൽ ഒരു കാര്യവും ഇല്ല എന്ന് ഇവൻ അവിടെ കൂളായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഹോങ്ഷിം ആണെങ്കിൽ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ നീ എനിക്ക് ഇഷ്ടമുള്ള ചെറിയ ബ്ലോസം തന്നെ ഇവിടെ നട്ടത്, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ്, അതുപോലെ ചെറുപ്പത്തിൽ നീ ലിറ്റിൽ ഫിംഗർ വെച്ചിട്ട് എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു, അതും നീ മറന്നോ, അന്ന് നീ എന്നെ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം നിനക്കിതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ തിരിച്ചു പറയേണ്ടതെന്ന് ഹോങ്ഷിം അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ചെറുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് വൂന്തൂക്കല്ലല്ലോ. ഇവളാണെങ്കിൽ അന്ന് രാത്രി അച്ഛൻ്റെ അടുത്ത് കിടക്കുന്ന ടൈമിൽ ആകെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ഓരോ ട്രിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അവൻ വൂന്തൂക്കല്ലെന്നാ പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ അച്ഛൻ നൈസായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അവനത് തമാശയ്ക്ക് പറഞ്ഞതായിരിക്കുന്ന അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മകളാണെങ്കിൽ അല്ല ഈ വൂന്തൂക്കിന് കഴിവുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ അത് പിന്നെയെന്നൊക്കെ പറഞ്ഞ് അവിടെ വിൽക്കുന്നുണ്ട്. ഇതേ ടൈമിൽ പുറത്താണെങ്കിൽ വൂന്തൂക്ക് ആ ചെറി ബ്ലോസം ഒക്കെ ആസ്വദിക്കുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ ആലോചിക്കുന്നത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജകുമാരനെ അന്വേഷിച്ചിട്ട് മലമുകളിലേക്ക് പോവുകയാണെന്നും, അപ്പം തിരിച്ചെത്തുന്നത് വരെ, അതായത് രാജകുമാരൻ മരിച്ചു എന്ന് അറിയുന്നത് വരെ നിന്റെ ഈ പ്രഗ്നൻസിയുടെ കാര്യം പുറത്തറിയിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയിട്ടുള്ളത്. ഇതൊക്കെ പ്രിൻസസ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് വൂന്തൂക്കാണെങ്കിൽ എൻ്റെ പുതിയ ഡ്രസ്സൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹോങ്ഷിം ആണെങ്കിൽ ആ ഡ്രസ്സൊക്കെ എടുത്ത് വിറ്റ് പകരം വേറെ കുറേ പഴയ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതവളവിടെ പറയുന്നുണ്ട്. അതുപോലെ ഗുദൂൾ ഇവന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് മലമുകളിൽ കൊട്ടാരത്തിലെ ഭടന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മുടെ വൂന്തൂക്കിനെ വിളിക്കാനാണ് ഗുദൂൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ വൂന്തൂക്കാണെങ്കിൽ എനിക്കൊന്നും വയ്യെന്നവിടെ പറയുന്നുണ്ട്. പക്ഷേ ഹോങ്ഷിം ആണെങ്കിൽ അവിടെ വരട്ടുന്ന ടൈമിൽ ഒരു ഗത്യന്തരമില്ലാതെ നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ച് ഗുദൂളിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ഗുദൂളും വൂന്തൂക്കും പിന്നീട് ഒരുപാട് ആളുകളും ഈ മലമുകളിലേക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൂന്തൂക്കിനാണെങ്കിൽ നടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഗുദൂളാണെങ്കിൽ അല്ല നീ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ പണി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൂന്തൂക്കാണെങ്കിൽ എനിക്ക്
ഓർമ്മ വെച്ച സമയം മുതൽ ഞാൻ ഇങ്ങനെ ഒരു ജോലിയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്താ നീ വല്ല നോബിൾ മാൻ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഗുദൂൾ അവിടെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ബടൻ ചീത്ത പറയുന്നുണ്ട്. അതിനുശേഷം ഇവൻ പോകുന്ന ടൈമിൽ നമ്മുടെ വൂന്തൂക്കിനെ കാണുമ്പോൾ ഒരു ബടൻ ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അയാളത് കാര്യമാക്കുന്നില്ല. പെട്ടെന്ന് നമ്മുടെ വൂന്തൂക്കിനാണെങ്കിൽ നേരത്തെ ആ ലാസ്റ്റ് ആക്സിഡൻ്റ് അല്ലേ അതൊക്കെ ഓർമ്മ വന്നിട്ട് ഇവൻ അവിടെ ബോധം കെട്ട് വീഴുന്നതും എല്ലാവരും ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ്റെ മുഖം ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് കിംചയും മറ്റും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇതേ ടൈമിൽ നമ്മുടെ ഹോങ്ഷിമിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പറയുന്നുണ്ട്, അല്ല നിന്റെ ഭർത്താവിനെ കുറിച്ച് ഇവിടെ ഒരുപാട് റൂമേഴ്സ് നടക്കുന്നുണ്ട്, അതായത് ആളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീണ്ടും വരും എന്നൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് ഗുദൂൾ അങ്ങോട്ട് ഓടിയെത്തുന്നതും വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ വൂന്തൂക്ക് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും തിരിച്ചു പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് ശരിക്കും ഈ രാജ്യത്തെ രാജകുമാരനോട് ദേഷ്യം തോന്നുന്നുണ്ട്, കാരണം അയാൾ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയത് കൊണ്ടാണ് എനിക്ക് നിന്നെ വിവാഹം കഴിക്കേണ്ടി വന്നതും ഇതുപോലൊക്കെ ആയതെന്ന് പറഞ്ഞ് ഇവൾ ചൂടാകുന്ന ടൈമിൽ വൂന്തൂക്കാണെങ്കിൽ നീയല്ലേ പറഞ്ഞത് എന്നെ സ്നേഹിച്ചിരുന്നുവെന്നും എന്നെ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിരുന്നുവെന്നും എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഇവളുടെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമാണ്, ഇത് ശരിക്കും ഒരു ടോർച്ചർ ചെയ്യുന്ന ഫീലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ല, അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ എങ്ങനത്തെ ഒരാളായിരുന്നു, ഞാൻ നിന്നെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ നീ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഇവൻ പെട്ടെന്ന് തന്നെ ഇവളുടെ തോളിലേക്ക് അങ്ങ് കുഴഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഇവനെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 4 അവസാനിക്കുന്നത്.